ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നേരത്തെ സ്റ്റുഡിയോയിൽ ഒരു ലേഡീസ് ചപ്പലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ബാക്കിയുള്ളതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനും മിക്കയും ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റുഡിയോയിൽ പോണത്. തൃശ്ശൂർ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല. ഒരു ചെരുപ്പും ഞാനൊരു കാജൽ സ്റ്റിക്കുമാണ് മേടിച്ചത്. എല്ലാത്തിൻ്റെയും വിലകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാമായിരുന്നു. എനിക്ക് ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ വില നോക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചില ഡ്രസ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മോഡലാണെങ്കിലും മെറ്റീരിയലാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ സാധനം തന്നെ നമുക്കിപ്പോൾ മീഷോന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ടീഷർട്ട്സൊക്കെ 199 ആ റേഞ്ചിലൊക്കെയാണ് കണ്ടത് കേട്ടോ. ചാവക്കാട് കുന്നുകുളം ഭാഗത്തുനിന്ന് പോയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, അതൊന്നും 199 ഇങ്ങനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ടീഷർട്ട് ഡെയിലി യൂസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അതൊക്കെ ഞാൻ 120 140 ആ റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ഞാൻ മേടിക്കാറ്. ആ ഐറ്റമാണ് അവിടെ 199 299 ആ റേഞ്ചിലൊക്കെ കണ്ടത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ സ്റ്റുഡിയോ പറഞ്ഞിട്ട് ഓടി പോകണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് മോഡലുകളൊക്കെ എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇക്ക അങ്ങനെ ഓരോ ടോപ്പുകളൊക്കെ കാണുമ്പോൾ 299 ടോപ്പുകളൊക്കെ കാണുമ്പോൾ എന്നോട് പറഞ്ഞു, നീ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടോപ്പാണ്, നല്ല കളർ, അങ്ങനെ ലൈറ്റ് കളറാണല്ലോ ഇവിടെ കൂടുതലായിട്ടുള്ളത്, അപ്പോൾ അത് എടുത്തോന്ന് പറയാം. ഇതൊന്നും എനിക്ക് താങ്ങൂല, നമ്മളെ വള്ളിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ റേറ്റ് കുറയും, നല്ല സാധനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും എടുത്തില്ലായിരുന്നു. ടോപ്പുകളും ഡ്രസ്സ് ഐറ്റംസൊന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ലേഡീസ് ചപ്പൽസും പിന്നെ ലിപ്സ്റ്റിക് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കണ്ടത്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ജെൻസിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ കളർ കോമ്പിനേഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ഷെയ്ഡായിരുന്നു എല്ലാതും. എല്ലാ കളർ കാണുമ്പോഴും നമുക്കൊരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടീഷർട്ട്സ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും എല്ലാതും നമുക്ക് ഒരു റിച്ച് ലുക്ക് ഫീലാക്കുന്നുണ്ട്. പിന്നെ ഇന്നർ വെയേഴ്സ് ആണെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള ഇന്നർ വെയേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. ശരിക്കും ഈ ആൾക്കാർ 299 199 899 എന്നൊക്കെ ഇടുമ്പോൾ ശരിക്കും പറ്റിക്കണതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ 299 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ തോന്നുക, അത് 200 ആ റേഞ്ചിലല്ലേ ഉള്ളൂ. നമ്മൾ 1 രൂപ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 300 രൂപയാണ് എന്ന് ചിന്തിക്കണില്ല. അപ്പോൾ 199 എന്ന് പറയുമ്പോഴും 1 രൂപ കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 200 അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണില്ല. 100 അല്ലേ, ഒരു ടീഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ 100 സംതിങ് അല്ലേ വരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ പോകുന്നത്. അതുകൊണ്ടായിരിക്കണം എല്ലാവരും ഓടി പോകണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നവരെയും സാധാരണക്കാരായിട്ടുള്ള ആരെയും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഓഫർ ഇല്ലാണ്ടാണോന്നും അറിയില്ല. ചില വീഡിയോസിലൊക്കെ ഭയങ്കര വില കുറവിന് സ്റ്റുഡിയോയിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ മേലേക്ക് കയറി. ഇക്ക കുറേ ടീഷർട്ടും ഷർട്ടുകളൊക്കെ നോക്കി, പാൻറ്റുകളൊക്കെ നോക്കി. പാൻറ്റ് ആൾക്ക് 2-3 ഇഷ്ടപ്പെട്ടു. ആൾ പറഞ്ഞു ക്വാളിറ്റി നല്ലതാണ്, വില കുറവാണ് എന്നൊക്കെ ആൾ പറഞ്ഞു. അപ്പോൾ ഷർട്ടുകളൊന്നും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ സൈസൊക്കെ വലിയ സൈസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളുടെ സെക്ഷൻ നോക്കിയപ്പോൾ കുട്ടികളതൊന്നും അധികമൊന്നുമില്ല. കുറച്ച് 2-3 ഐറ്റംസ്, കുറച്ച് ടേബിളിൽ മാത്രമേ കുട്ടികളെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകെ വില കുറവിന് കണ്ടത് ഞാൻ 29 രൂപയുടെയും 49 രൂപയുടെയും മറ്റേ ടിഷ്യൂസ്.